ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പാർട്ട് 1 വൈഫൈ ക്രാക്കിങ്ങിൻ്റെ പാർട്ട് 1ൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഈ വീഡിയോ കാണുന്നവരിൽ പാർട്ട് 1 ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കാണുന്നതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഇഫ് കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് ടൈപ്പ് ചെയ്യുകയാണ്. ഇഫ് കോൺഫിഗ് എന്തിനാണ്? നമ്മുടെ ഇൻ്റർഫേസുകളുടെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഫ് കോൺഫിഗ് അടിച്ച് കഴിയുമ്പോൾ എനിക്കിവിടെ എൻ്റെ വയർലെസ് അഡാപ്റ്റർ കാണാം, എക്സ്റ്റേണലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള. അതുപോലെ തന്നെ എതർനെറ്റ് 0യും ലൂപ്പ് ബാക്കും കാണാനായിട്ട് സാധിക്കും. IW കോൺഫിഗ് എന്ന് പറയുന്ന കമൻറ്റ് എന്തിനായിരുന്നു? IW കോൺഫിഗ് നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് കാണാനാണ്. അപ്പോൾ നമ്മുടെ വയർലെസ് അഡാപ്റ്റർ മാനേജർ മോഡിലാണ് ഇരിക്കുന്നത്. മാനേജർ മോഡിൽ നിന്ന് നമ്മുടെ വയർലെസ് അഡാപ്റ്ററിനെ നമുക്ക് മോണിറ്റർ മോഡിലോട്ട് എന്ത് ചെയ്യണം? മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ വയർലെസ് അഡാപ്റ്ററിനെ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫ് കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് സ്പേസ് ഡൗൺ ആക്കിയിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡൗൺ ആയി. ഇനി നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വല്ല പ്രോസസ്സ് വെഹിക്കിൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കില്ല് ചെയ്യണം. അപ്പോൾ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമൻറ്റ് കൊടുക്കുക. അത് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത്. അടുത്തത് നമുക്ക് വയർലെസ് അഡാപ്റ്റർ മോഡ് എനേബിൾ ചെയ്യാം. ഇപ്പോൾ വയർലെസ് അഡാപ്റ്റർ മോഡല്ല, ഇപ്പോൾ മോണിറ്റർ മോഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചുറ്റുപാടിനുള്ള 2.5 GHz ബാൻഡിനെ നമുക്കൊന്ന് സെർച്ച് ചെയ്തിട്ട് ഏതെല്ലാം ഉണ്ട് എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കമൻ്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കമൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അടിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എയറോഡംപ് -NG നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേര് WLAN 0 ഇതായിരുന്നു ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കാനിങ് പ്രൊസീജിയർ നടക്കുന്നതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വരുന്നത്, ഈ BSSID എന്താണ്, പവർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് നോക്കിയിരുന്നു. നമ്മൾ വൈഫൈ ക്രാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ക്രാക്ക് ചെയ്യുന്നത് ഈ എൻക്രിപ്ഷൻ മോഡിൽ WPA2 ഉണ്ട്, അതേപോലെ തന്നെ WEP എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള എൻക്രിപ്ഷൻ മോഡുകളുണ്ട്. നമ്മൾ ആദ്യത്തേതിൽ WEP, ഈ WEP എന്നുള്ള എൻക്രിപ്ഷൻ മോഡുള്ള വൈഫൈ അഡാപ്റ്ററുകളെ എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് കിട്ടിയാൽ Ctrl+C അമർത്തുക. നമുക്ക് ആ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഈ WEP എൻക്രിപ്ഷനിലിരിക്കുന്ന ഈ ഒരു വൈഫൈ അഡാപ്റ്ററിന് മാത്രം നമുക്ക് അതിൻ്റെ പാക്കറ്റുകൾ, അതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാക്കറ്റുകളൊക്കെ നമുക്ക് ശേഖരിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമൻ്റ് ഉണ്ടായിരുന്നു അല്ലേ, എയറോഡംപ് NG BSSID എന്നിട്ട് നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഡിവൈസിൻ്റെ BSSID, ഇതാണ് BSSID. ഈ BSSID ഇവിടുന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ പേസ്റ്റ് BSSID ടൈപ്പ് ചെയ്തതിന് ശേഷം അടുത്തത് ചാനൽ, അത് ഏത് ചാനലിലാണ് ഉള്ളത് എന്നുള്ളത്. ചാനൽ ഏത് ചാനലാണ് എന്നുള്ള കാര്യം നോക്കുക. ഇപ്പോൾ ചാനൽ അത് 11 ആണ്. ചാനൽ 11 ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ എങ്ങോട്ടാണ് നമ്മൾ ഈ പാക്കറ്റ് സ്നിഫിങ് ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ എങ്ങോട്ടാണ് സേവ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഫയൽ നെയിം കൊടുക്കാം. കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലത്തെ നമ്മൾ ടെസ്റ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വയർലെസ് അഡാപ്റ്ററിൻ്റെ പേരും കൊടുക്കുക. ടെസ്റ്റ് സ്പേസ് ഇട്ടതിന് ശേഷം വയർലെസ് അഡാപ്റ്ററിൻ്റെ പേരും കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിവൈസിൻ്റെ മാത്രം പർട്ടിക്കുലർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇവിടെ സ്റ്റേഷൻ എന്ന് പറഞ്ഞ കാരണം ആ ഒരു ഡിവൈസ് ഇതാണ് നമ്മുടെ പാക്കറ്റ് സ്നിഫിങ്ങിന് എടുത്തിട്ടുള്ള
നമ്മുടെ ഡിവൈസ്, അത് ഏതെല്ലാം ഡിവൈസുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ 2 ഡിവൈസുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഈ ഡാറ്റ എന്നുള്ളത് നമുക്ക് പാസ്വേഡ് ക്രാക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ഏകദേശം ഒരു മിനിമം ഒരു 1 lakh വേണം. ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ ഇൻ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്മിഷൻ കുറവാണ്. കാരണം ആകെ 2 ഡിവൈസുമായിട്ട് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ ഡാറ്റ ട്രാൻസ്മിഷൻ വളരെ കുറവാണ്. ഇപ്പോൾ 108 ഒക്കെ ആയിട്ടുള്ളൂ. പതുക്കെയാണ് ലോഡാവുന്നത് അല്ലേ. ഒരുപാട് നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഡിവൈസ് ആ ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ ഡാറ്റകൾ വേഗം കൂടുമായിരുന്നു. ഏകദേശം നമുക്കൊരു മിനിമം നമുക്കൊരു 1,00,000, ഇത് നമുക്ക് IV എന്ന് വിളിക്കാം. അപ്പോൾ ഡാറ്റ എന്നുള്ളതിന് നമുക്ക് IV എന്ന് പറയാം. അപ്പോൾ ഈ IV ഏകദേശം 1,00,000 ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിൻ്റെ പാക്കറ്റ് നമുക്കത് വൈഫൈ ക്രാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഏത് ഫയലിലോട്ടാണ് സേവ് ആയിരിക്കുന്നത്? നമ്മളിവിടെ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഫയലാണ്. അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഇവിടെ ടെസ്റ്റ് എന്ന് പറയുന്നൊരു ഫയലിലോട്ട് സേവ് ആവുന്നുണ്ടാവും. നമുക്ക് ജസ്റ്റ് ആ ടെസ്റ്റ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോഴും നമ്മുടെ സർവീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇതാ ടെസ്റ്റ് ഡോട്ട് കാരണം ക്യാപ്ചർ ചെയ്യുന്ന ഫയൽ, അതാണ് test.cap എന്ന് പറയുന്ന പേരിൽ. അപ്പോൾ നമുക്കിത് ഏകദേശം ഒരു ഡാറ്റ ട്രാൻസ്മിഷൻ ഏകദേശം 1,00,000 ആകുന്നത് വരെയൊക്കെ നമുക്കിവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഡാറ്റ ട്രാൻസ്മിഷൻ ഡാറ്റ റേറ്റ് കുറവുള്ള വൈഫൈ അഡാപ്റ്ററാണ്, യൂസേഴ്സൊക്കെ കുറവുള്ള വൈഫൈ അഡാപ്റ്റർ ആണെങ്കിൽ അതും എങ്ങനെയാണ് നമ്മൾ ക്രാക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഞാനിതിപ്പോൾ വേറെ 2-3 ഡിവൈസിന് എൻ്റെ ഈ 2.5 ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഡാറ്റ പാക്കറ്റ് 1 lakh ആക്കിയതിന് ശേഷം വരാം. നമുക്കിപ്പോൾ 1,13,000-ഓളം ഡാറ്റകൾ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറും 2 ഡിവൈസ് മാത്രമേ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡാറ്റ റേറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു ഏകദേശം ഇതാകാനായിട്ട്. പിന്നെ ഈ WEP എന്ന് പറയുന്ന എൻക്രിപ്ഷൻ മെത്തേഡൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ പഴയ എൻക്രിപ്ഷൻ മെത്തേഡാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് WPA2 ഒക്കെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് WEP എങ്ങനെയാണ് ചെയ്യുന്നത്, ഏറ്റവും ഓൾഡർ മെത്തേഡാണ്. ഈ WEP എന്നൊക്കെ പറഞ്ഞാൽ ഓൾഡർ എൻക്രിപ്ഷൻ മെത്തേഡാണ്. അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ അതിലുള്ള ഡാറ്റയൊക്കെ സ്നിഫ് ചെയ്ത് നമ്മൾ test.0 അല്ലേ, ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയലിലോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇതവിടെ നമ്മൾ ഫയൽ നെയിമൊക്കെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല നമ്മൾ ഒരു കമൻറ്റ് എവിടെ നമ്മൾ കൊടുത്തേ, ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് അല്ലേ. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്തു, അതിന് ശേഷം നമ്മളിവിടെ ഒരു കമൻറ്റ് അടിച്ചിരുന്നു. ഓക്കെ, കമൻറ്റ് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഫയലായിരുന്നു അല്ലേ കൊടുത്തത്. നിങ്ങൾക്ക് വീഡിയോയിൽ ആദ്യം കാണാൻ സാധിക്കും. ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫയലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ടെസ്റ്റിലോട്ടാണ് അത് സേവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഞാൻ അത് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഒരു പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് LS എന്ന് പറയുന്ന കമൻറ്റ് ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ടെസ്റ്റ് ഇതായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ test-01.cap ഇതിലോട്ടാണ് അത് സേവ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാസ്വേഡ് നമുക്കെങ്ങനെ ഇതിൽ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർക്രാക്ക് എന്നുള്ള ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയർക്രാക്ക് NG സ്പേസ് നമ്മുടെ ഫയലിൻ്റെ നെയിം test-01.cap. അപ്പോൾ ഏകദേശം നമുക്കൊരു 1,26,000-ഓളം IV നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഡോട്ടാണ് കേട്ടോ, .cap. ഇപ്പോൾ 1,27,000-ഓളം നമുക്കതവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുള്ള പാക്കറ്റും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ റീഡിങ് ആ പ്രൊസീജിയർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിലോട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊസീജിയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എയർക്രാക്ക് NG ഇവിടെ റൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ശേഖരിച്ചിട്ടുള്ള പാക്കറ്റിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി നോക്കാം നമുക്കിതിൻ്റെ പാസ്വേഡ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കി നോക്കാം. ഇപ്പോൾ WEP ആണ് 1,28,750 IV എന്നാണ് ഈ നമ്മുടെ ഈ പാസ്വേഡ് എൻക്രിപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. ഇവിടെ കീ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കീ. അപ്പോൾ ഈ കീ ഇതിപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്, കീ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം ഈ സർവീസ്. അപ്പോൾ ഈ ഒരു കീ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ഈ ഒരു കീ ആണ് ശരിക്കും പാസ്വേഡ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഈ ഒരു കോളനില്ലേ, ഡബിൾ കോളൻ, അത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ പാസ്വേഡ് കിട്ടും. ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് പാസ്വേഡ് എടുത്തു തരാം. ഇതാണ് നമുക്ക് കിട്ടിയ കീ. അപ്പോൾ ഈ കീയിൽ നമുക്ക് ഈ കാണുന്ന
ഈ ഡബിൾ കോളൻ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ വൈഫൈയുടെ പാസ്വേഡ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ മൊബൈൽ ഡിവൈസിലോട്ട് ഇത് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അത് ഞാൻ ഈ സൈഡിൽ എൻ്റെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ പാസ്വേഡ്. അപ്പോൾ WEP എന്ന് പറയുന്നത് പഴയ മെത്തേഡാണ്, അതിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല കേട്ടോ. പഴയ ഒരു എൻക്രിപ്ഷൻ മെത്തേഡാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ WPA2 അങ്ങനെയുള്ള എൻക്രിപ്ഷൻസ്, അങ്ങനെയുള്ള വൈഫൈ പാസ്വേഡുകളൊക്കെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇനി WPA2 ക്രാക്ക് ചെയ്യുന്നതായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.